പ്രത്യേകിച്ച് സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ നമ്മൾ കണ്ടതാണ്. വയലിറങ്ങണമെങ്കിൽ സ്പെഷ്യൽ ഷൂസ്, നടക്കണമെങ്കിൽ വേറെ, മൈക്കൊന്ന് കംപ്ലൈൻറ്റ് വരുമ്പോഴത്തേക്ക് മൈക്ക് ഓപ്പറേറ്ററുടെ അച്ഛനെ തെറി വിളിക്കുക എന്നൊക്കെ തുടങ്ങിയ ആക്ഷേപങ്ങൾ നമ്മൾ കണ്ടതാണ്. ഞങ്ങളൊക്കെ മണ്ണിൽ വളർന്നവരാണ്, മണ്ണിൽ ചവിട്ടി ജീവിച്ചവരാണ്, ആ മണ്ണിൽ തന്നെ തിരിച്ചു പോകണമെന്ന വിശ്വാസവും ധാരണയുള്ളവരാണ്. ഈ ഇന്നലത്തെ ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് എനിക്ക് ഓർമ്മ പോലും ഇല്ല. ഞാൻ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ ചെല്ലുന്നു, സുധാകരൻ MLA അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരു സെക്കൻഡ് പോലും റോട്ടിൽ നിന്നിട്ടില്ല, കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നിന്നിട്ടില്ല. ഞാൻ എത്തുന്ന റൈറ്റ് ടൈമിൽ അവിടെ എത്തുന്നു, നേരെ പരിപാടിയിലേക്ക് പോകുന്നു. അവിടെ അതല്ലാത്ത ഒന്നും ഞങ്ങൾ നേരിട്ട് നടത്തുന്ന പരിപാടിയാണ്, അല്ലാതെ വേറെ അവിടെ ആലപ്പുഴയിലെ ആളുകൾ നടത്തണമല്ല. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാമാണ്, അതിൻ്റെ ഫണ്ടിങ് അടക്കം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെതാണ്. ഞങ്ങൾ നടത്തുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ഞങ്ങളതൊക്കെ നേരത്തെ തന്നെ എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ബീച്ചിലായതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരു കാർപ്പറ്റ് ഇട്ടിരുന്നു ഞാൻ പിന്നെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതൊന്നും അവിടെ ശ്രദ്ധയിലുണ്ടായിരുന്നില്ല. ഇവിടെ പരിപാടികൾക്ക് പോകുമ്പോൾ കുറേ പ്രമാണിമാർ ഭരിച്ചിരുന്ന സ്റ്റേറ്റ് ആണല്ലോ. പ്രത്യേകിച്ച് സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ നമ്മൾ കണ്ടതാണ്. വയലിറങ്ങണമെങ്കിൽ സ്പെഷ്യൽ ഷൂസ്, നടക്കണമെങ്കിൽ വേറെ, മൈക്കൊന്ന് കംപ്ലൈൻറ്റ് വരുമ്പോഴത്തേക്ക് മൈക്ക് ഓപ്പറേറ്ററുടെ അച്ഛനെ തെറി വിളിക്കുക എന്നൊക്കെ തുടങ്ങിയ ആക്ഷേപങ്ങൾ നമ്മൾ കണ്ടതാണ്. ഞങ്ങളൊക്കെ മണ്ണിൽ വളർന്നവരാണ്, മണ്ണിൽ ചവിട്ടി ജീവിച്ചവരാണ്, ആ മണ്ണിൽ തന്നെ തിരിച്ചു പോകണമെന്ന വിശ്വാസവും ധാരണയുള്ളവരാണ്. അതുകൊണ്ട് എന്നെങ്ങനെ എന്താ പറയുക, കുറേ ഹിന്ദു തീവ്രോ BJP ചാരനാക്കുക, മുസ്ലിം തീവ്രവാദിയാക്കുക, ഇപ്പോൾ ഒരു അഹങ്കാരിയാക്കി മാറ്റാമെന്നൊക്കെ വിചാരിക്കണമെങ്കിൽ അവിടെ മനസ്സിൽ വെച്ചാൽ മതി. ഞാൻ എൻ്റെ ഒരു മന്ത്രി എന്നുള്ള നിലക്ക് വളരെ കൃത്യമായിട്ട് ഏൽപ്പിക്കപ്പെട്ട ചുമതല നടത്താൻ മുന്നോട്ട് പോകും. അത് ഇത്തരത്തിലുള്ള കള്ളവാദം ഞാൻ കേരളത്തിലെ മീഡിയകളോട് ഹൃദയപൂർവ്വം പറയുന്നു. വളരെ മര്യാദയിൽ അവരുടെ ഉത്തരവാദിത്വം നില കാണിച്ചു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ അവർ അന്വേഷിച്ചിട്ടുണ്ടാവും, പോയി നോക്കിയിട്ടുണ്ടാവും. ഇന്നലെ നടന്നത് നമുക്ക് വാർത്ത വളച്ചൊടിച്ചു എന്ന് പറയണമെങ്കിൽ ഒരു വാർത്തയെങ്കിലും ഉണ്ടാവണം. വളച്ചൊടിച്ചു എന്ന് പറയണമെങ്കിൽ ഒരു വാർത്ത ഉണ്ടാവണം. വാർത്ത പോലും ഇല്ലാത്ത ഒരു കള്ളക്കളവ് കൈരളി ഇതുവരെ എന്ന് വെച്ചാൽ സർക്കാരിനെ തിന്ന് ജീവിക്കായിരുന്നു ഇത്രയും കാലം കൈരളിയൊക്കെ. ഇനിയിപ്പോൾ അത് കഴിയാത്തത് കൊണ്ട് വേറെ വല്ല തട്ടിപ്പിന് ഇറങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലത്തെ വാർത്ത എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നേരത്തെ ഒരു പ്രസംഗത്തിൽ താങ്കൾ തന്നെ ഈ കുടുംബശ്രീയിലെ ആളുകൾ ഇത്തരം പരിപാടികൾക്ക് അനാവശ്യമായി ഇരുത്തരുത്, പാടില്ല എന്നൊക്കെ പറഞ്ഞത്. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഈ വിധം വിമർശിക്കുന്നത് അവരെ മാറ്റുന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണോ നൽകുന്നത്? മാറ്റും, അതാ മുന്നറിയിപ്പല്ല. അതൊരു എന്ന് വെച്ചാൽ സ്ത്രീകളുടെ ഒരു അവരെ ഹോണർ ചെയ്യാൻ, അവർക്ക് ഒരു വുമൺ എംപവർമെന്റ് എന്നൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സത്യത്തിൽ ഈ ജെൻഡർ ഇക്വാലിറ്റിക്ക് പോലും എതിരായിട്ട് പറയുന്ന ആളാണ്. ജെൻഡർ ജസ്റ്റിസ് ആണ് നമുക്ക് വേണ്ടത്. സ്ത്രീകളെ ബഹുമാനിക്കുക എന്നുള്ളതല്ല, അവർ ബഹുമാനം അർഹിക്കുന്നത് നമ്മളൊരു ഔദാര്യപൂർവ്വം സ്ത്രീകളെ ബഹുമാനിക്കുന്നു, സ്ത്രീകളെ നമ്മൾ സമന്മാരായി കൊണ്ട് അങ്ങനെ ഔദാര്യമൊന്നും സ്ത്രീകൾക്ക് ആവശ്യമില്ല. അവർ വളരെ ശാക്തീകരിക്കപ്പെട്ട ഒരു വിങ്ങാണ്, ഒരു ശക്തിയുള്ള വിഭാഗമാണ്. അവരിങ്ങനെ എപ്പോഴും നമ്മളെന്തോ കുറേ ആളുകൾ അവരെ നോക്കുന്ന ആളുകൾ, എന്നിട്ട് അവരിങ്ങനെ നമ്മളുടെ കാരുണ്യത്തിൽ വളർന്നു വരുന്ന ആളുകൾ, അങ്ങനെയൊന്നുമല്ല. അവരൊക്കെ ഇൻഡിവിജ്വലാണ്. അവർക്ക് നമ്മളെക്കാൾ കഴിവും ശക്തിയുള്ള എത്രയോ സ്ത്രീ സമൂഹങ്ങൾ കേരളത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ആ സമൂഹത്തെ അന്തസ്സോടെ അഭിമാനത്തോടെ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ അവരെ അതിൽ സന്തോഷിക്കുന്ന, അതിനവർക്ക് നമ്മളെക്കൊണ്ട് അവരുടെ കൂടെ ചേർന്ന് വർക്ക് ചെയ്യാവുന്ന, അവർക്ക് ശക്തി പകർന്നു കൊടുക്കാൻ നമുക്കാവുമെങ്കിൽ ചെയ്യാവുന്ന പണിയാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. അതിൽ ഭീഷണിയൊന്നുമല്ല. പക്ഷേ ഒരു ഈജിയൻ തൊഴുത്ത് പോലെ നിങ്ങൾ അതിശയകരമായ വിധത്തിൽ ആ എണ്ണം പറഞ്ഞാൽ നിങ്ങൾ വിട്ടു, കോടിക്കണക്കിന് രൂപ സർക്കാരിൻ്റെത് പറ്റുന്ന ആളുകൾ, CPM ലേബലുള്ള ആളുകൾ ഇതിനകത്തൊക്കെ ഉണ്ട്.